നമസ്കാരം. നിലമ്പൂരിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തോരാതെ പെയ്യുന്ന മഴയിൽ സംസ്ഥാനത്ത് പൊതുവിൽ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും നിലമ്പൂരിൽ പക്ഷേ തെരഞ്ഞെടുപ്പ് ചൂട് കൂടിക്കൂടി വരികയാണ്. LDF സ്ഥാനാർത്ഥിയായി M സ്വരാജ് മണ്ഡലത്തിലെത്തിയതോടെ ചിത്രം മാറിയിരിക്കുന്നു. വലിയ ആവേശം LDF ക്യാമ്പിലുണ്ട്. വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് അണികൾ ഉറപ്പിച്ചു പറയുന്നു. മറുഭാഗത്താകട്ടെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് നേരത്തെ കളം പിടിക്കാനുള്ള ശ്രമത്തിലാണ്. 100% വിജയമുറപ്പ് എന്നാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ. അതേസമയം വോട്ടെടുപ്പിന് 3 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ NDAയിൽ മൊത്തത്തിലൊരു ആശയക്കുഴപ്പമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് പുറത്തുവരുന്ന പ്രതികരണങ്ങൾ. മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരുന്ന BDJS കളമൊഴിയുകയാണ്. അതോടെയാണ് NDA മത്സരത്തിനുണ്ടാകുമോ എന്ന ചോദ്യം, അതിലൊരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നത്. സ്വതന്ത്രരെ തേടുമോ BJP എന്ന് കാത്തിരുന്ന് കാണാം. അതേസമയം നിലമ്പൂരിൽ UDFന് ഒപ്പമില്ല എന്ന് വ്യക്തമാക്കിയ ശേഷവും PV അൻവർ പൊളിറ്റിക്കൽ സസ്പെൻസ് ബാക്കിവെക്കുകയാണ്. അൻവറിന്റെ പുതിയ നീക്കങ്ങൾ എന്താകും? സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യുമോ? ഒരു ത്രികോണ പോരാട്ടത്തിന് അവിടെ കളമൊരുങ്ങുമോ എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായി അവശേഷിക്കുന്നു. അങ്ങനെ ചൂടേറി വരുന്ന നിലമ്പൂരിലെ രാഷ്ട്രീയ കാലാവസ്ഥ നമുക്ക് വളരെ വിശദമായി പരിശോധിക്കാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രത്യേക ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിലമ്പൂരിലേക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ചൂടുപിടിക്കുന്ന ആവേശകരമായ റോഡ് ഷോയോടെ LDF പ്രചാരണത്തിൽ സജീവമായി കഴിഞ്ഞു. 100 കണക്കിന് ആളുകൾ അണിനിരുന്ന പ്രകടനത്തോടെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. M സ്വരാജ് തിങ്കളാഴ്ച പത്രിക നൽകും. എപ്പോഴും ഒരു മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് നിലമ്പൂരിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ. എന്നാൽ മഴയ്ക്കും തണുപ്പിക്കാവുന്നതല്ല ഉപതെരഞ്ഞെടുപ്പിന്റെ ആവേശം. സ്ഥാനാർത്ഥികൾ കളനിറഞ്ഞതോടെ നിലമ്പൂർ ആവേശപ്പോരിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി നിലമ്പൂരിലെത്തിയ M സ്വരാജിന് വമ്പൻ സ്വീകരണം നൽകിക്കൊണ്ടാണ് LDF പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലെ സ്വീകരണം പ്രവർത്തകരുടെ ആവേശത്തിൽ റോഡ് ഷോയായി മാറി. ജന്മനാടിന്റെ ഊഷ്മളമായ സ്വീകരണത്തിൽ ആവേശഭരിതനായ M സ്വരാജിന് തികഞ്ഞ വിജയപ്രതീക്ഷയാണ്. ഏറ്റവും ആവേശകരമായ കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ മാത്രമല്ല, വ്യത്യസ്ത രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന പലരെയും വ്യക്തിപരമായി എനിക്ക് പരിചയമുള്ള ചിലരുൾപ്പെടെ ഇവിടെ കാണുകയുണ്ടായി. അത് വളരെ ആഹ്ലാദനിർഭരമായ ഒരു കാര്യമാണ്. ഉച്ചയ്ക്ക് ശേഷവും മണ്ഡലത്തിലാകെ LDFന്റെ റോഡ് ഷോ നടന്നു. രാവിലത്തെ LDFന്റെ റോഡ് ഷോ നിലമ്പൂർ ടൗണിൽ എത്തുമ്പോഴേക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള UDFന്റെ പ്രകടനം തുടങ്ങിയിരുന്നു. കോൺഗ്രസ് ലീഗ് നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു UDFന്റെ ആവേശകരമായ പ്രകടനം. എതിരാളി ആരായാലും മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന വിശ്വാസത്തിലാണ് UDF. വലിയ പ്രതീക്ഷയുണ്ട്, വലിയ 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 ആത്മവിശ്വാസമുണ്ട്, വലിയ പ്രതീക്ഷ. ആര്യാടൻ ഷൗക്കത്ത് M സ്വരാജ് പോരാട്ടത്തിന് കളമൊരുങ്ങിയതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വാശിയേറിയ മത്സരമാകുമെന്ന് ഉറപ്പായി. ടീം 24 നിലമ്പൂർ. നിലമ്പൂരിൽ മത്സരിക്കുന്നതിനെ ചൊല്ലി NDAയിൽ കടുത്ത അനിശ്ചിതത്വം. മത്സരിക്കാനില്ല എന്ന് BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി BJP നേതൃത്വത്തെ അറിയിച്ചു. 2 ദിവസത്തിനകം സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്ന് പറയാം എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. തിങ്കളാഴ്ചയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിനം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് തുടങ്ങിയ ആശയക്കുഴപ്പം NDA ക്യാമ്പിൽ ഇന്നും തുടരുന്നു. BDJSന് സീറ്റ് നൽകി മത്സരത്തിൽ നിന്ന് മാറി നിൽക്കാമെന്ന BJPയുടെ പദ്ധതി തുടക്കത്തിലെ പാളി. BDJS മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ പരിഗണിച്ചെങ്കിലും ആരും മത്സരിക്കാൻ തയ്യാറായില്ല. അവസാനം സീറ്റ് വേണ്ടെന്ന് BDJS സംസ്ഥാന അധ്യക്ഷൻ BJP നേതൃത്വത്തെ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് അനാവശ്യമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്നും ആവർത്തിച്ചു. അല്ല, ഞാൻ ആദ്യം പറഞ്ഞത് ഇതൊരു അനാവശ്യമായ ഒരു മത്സരമാണ്, ഒരു ഇലക്ഷൻ ആണെന്ന് ആദ്യം തന്നെ പറഞ്ഞത്. LDFും UDF അല്ലേ ഈ ഇലക്ഷന്റെ ഒരു സൃഷ്ടിക്കുന്ന അവരല്ലേ ചുമതല, അവര് ചെയ്തു. BJP സ്ഥാനാർത്ഥിയെ നിർത്താത്തത് LDFും UDFും രാഷ്ട്രീയ പ്രചാരണമാക്കുന്നുണ്ട്. BJP സ്ഥാനാർത്ഥിയെ നിർത്താത്തത് CPIM BJP ബാന്ധവത്തിന്റെ തെളിവാണെന്നാണ് UDF ക്യാമ്പിന്റെ ആരോപണം. LDFനെ തോൽപ്പിക്കാൻ BJPയും കോൺഗ്രസും ഉൾപ്പെട്ട മഴവിൽ സഖ്യം രൂപപ്പെട്ടുവെന്നാണ് CPIMന്റെ മറുപടി. ആരോപണങ്ങൾ തുടരുമ്പോഴും നാമനിർദ്ദേശ പത്രിക നൽകുന്ന അവസാന ദിനം മാത്രമേ NDA സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരൂ. 24 നിലമ്പൂർ.
UDF റോഡ് ഷോയിലെ ആൾക്കൂട്ടവും നേതാക്കളുടെ പങ്കാളിത്തവും കണ്ട് ഇവരൊക്കെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിക്കൊപ്പം കാണുമെന്ന് കരുതേണ്ടതില്ല എന്ന് പരിഹസിച്ച ഡോക്ടർ പി സരിൻ. തൃണമൂൽ സ്ഥാനാർത്ഥി നിലമ്പൂരിൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും അത് LDF-നെ ബാധിക്കുന്ന കാര്യമല്ല എന്നും സുരാജിന് ലഭിച്ചതുപോലെ ഒരു സ്വീകരണം ഒരു സ്ഥാനാർത്ഥിക്കും ലഭിച്ചിട്ടില്ല എന്നും ഡോക്ടർ പി സരിൻ 24-നോട് പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ആവേശത്തിലാണ് LDF ക്യാമ്പ്. ഡോക്ടർ പി സരിൻ ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ M സ്വരാജ് വന്നു. ആദ്യ ദിവസം തന്നെ 2 റോഡ് ഷോ. അപ്പോൾ എന്താണ് ഈ പ്രചാരണം ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ? ഒന്ന് മാത്രമായിരുന്നു സ്വാഭാവികമായും പ്ലാൻ ചെയ്തത്, മറ്റേത് സംഭവിച്ചു പോയതാണ്. കാരണം ജനങ്ങൾ അത്രയും ആവേശത്തിലായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ജനസഞ്ചയം മുഴുവൻ റെയിൽവേ സ്റ്റേഷനും ടൗണും തമ്മിലുള്ള 3 കിലോമീറ്റർ ദൂരം നടക്കാമെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ റോഡ് ഷോ ആയി മാറുന്നു. നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയാണ്. മറ്റൊരു സ്ഥാനാർത്ഥി വന്നപ്പോഴും ഇങ്ങനെ ഒരു ആവേശം ഉണ്ടായില്ലല്ലോ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഞങ്ങൾ അർഹിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് ഭൂരിഭാഗം ജനവിഭാഗത്തിനും സ്വാഭാവികമായി, ഞാൻ നേരത്തെ ഉപയോഗിച്ച ആ വാക്ക് തന്നെ, സ്പോണ്ടേനിയസ് ആയി തോന്നണം. അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല തോന്നൽ. അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കെതിരെയാണ് ഞങ്ങളുടെ സഖാവ് മത്സരിക്കുന്നത്. UDF-ന്റെ യുവനിര മുഴുവൻ ഉണ്ടായിരുന്നു ഇന്നിപ്പോ നിലമ്പൂരിൽ. അത് ആരൊക്കെ കൂടെയുണ്ട്, ആരൊക്കെയാണ് എതിര് നിൽക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കാൻ പറ്റിയാൽ വലിയ സന്തോഷം. കൂടെ ഉള്ളത് കൊണ്ട് മാത്രം ആ ക്യാമ്പിൽ ഒപ്പമുണ്ടെന്നല്ല അർത്ഥം. കാരണം ഉദാഹരണത്തിന് കഴിഞ്ഞ കൊല്ലത്തെ ഇലക്ഷൻ കോൺഗ്രസ്സുകാർ നിലമ്പൂരത്തെ മറന്നിട്ടുണ്ടാവില്ല. VV പ്രകാശ് എന്ന് പറയുന്ന അന്നത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആര്? ഇന്നത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആര്യടൻ ഷൌക്കത്ത്. എന്ത് സംഭവിച്ചു എന്ന് നിലമ്പൂരുകാരോട് ചോദിച്ചു നോക്കിയാൽ മതി. ഈ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. അങ്ങനെ അൻവർ കൂടി മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ത്രികോണ മത്സരം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അതൊരു ത്രികോണ മത്സരമല്ലായിരിക്കും. ശരിയും തെറ്റും തമ്മിലുള്ള മത്സരമായിരിക്കും. ആരാണ് ശരിയെന്ന് നിലമ്പൂരിന് വിധി എഴുതാൻ നിലമ്പൂരിൻ്റെതായ സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലമ്പൂർ ഒരു ശരി തിരഞ്ഞെടുക്കും. അപ്പുറത്ത് ആരൊക്കെ തന്നെയായാലും അത് ഒരുപാട് തെറ്റുകൾ ചേർന്നാലും അതൊരു വലിയ തെറ്റല്ലാതെ ഒരു ശരിയാകുന്നില്ല എന്ന് മാത്രം. നിലമ്പൂരിൽ മത്സര സാധ്യത തള്ളാതെ PV അൻവർ മത്സരിക്കില്ലെന്നും ഇനി UDF-ലേക്കില്ല എന്നും ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞ അൻവർ ഉച്ചയ്ക്ക് ശേഷം പക്ഷേ നിലപാടിൽ മലക്കം മറിയുന്നതാണ് കണ്ടത്. PV അൻവറിനെ പ്രകോപിപ്പിക്കേണ്ട എന്നാണ് UDF-ലെ പൊതുധാരണ. ഞാനിനി ഇല്ല, UDF-ലേക്ക് ഞാനില്ല. ഈ ഒരു ഘട്ടത്തിൽ UDF-ലേക്ക് ഞാനില്ല. പ്രഖ്യാപിത നയാണ്. മനസ്സിലായില്ലേ? ഞാനില്ല കേട്ടോ. ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത്. ഒരു സമുദായ നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്തെ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. ആഴ്ചകൾ നീണ്ട മാരത്തൺ ചർച്ചകൾ സമവായത്തിൽ എത്താതിരുന്നതോടെയാണ് UDF-ലേക്കില്ലെന്ന PV അൻവറിന്റെ വൈകാരികത നിറഞ്ഞ ഈ പ്രഖ്യാപനം. ഒറ്റയ്ക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിലും പണമില്ലാത്തതിനാൽ പിന്മാറുന്നുവെന്നും ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട PV അൻവർ വ്യക്തമാക്കി. എന്നാൽ നേരമിരുട്ടു മുന്നേ ഈ നിലപാടിൽ നിന്നും PV അൻവർ പിന്നോട്ട്. UDF പ്രവേശനത്തിലും മത്സരത്തിലും PV അൻവറിന്റെ പുതിയ നിലപാട് ഇങ്ങനെ: മത്സരിക്കാൻ ഞാനുണ്ട്. മത്സരിക്കാൻ എൻ്റെ അടുത്ത് 5 പൈസ ഇല്ല. അങ്ങനെ സമാഹരിച്ച് തരാനുള്ള ആൾക്കാരൊന്നും എനിക്കില്ല. എല്ലാ മുതലാളിമാരും അപ്പുറത്തല്ലേ. ഇപ്പം ഇതാണ് സ്ഥിതി. എനിക്ക് വേറൊന്നും പറയാനില്ല. ജനങ്ങൾ ആലോചിക്കട്ടെ, തീരുമാനിക്കട്ടെ. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചായിരുന്നു ഇന്ന് രാവിലെ PV അൻവർ മാധ്യമങ്ങളെ കണ്ടത്. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പഠിച്ച പണി 18 നോക്കിയിട്ടും മുന്നണി പ്രവേശനത്തിന് തടസ്സമായത് VD സതീശനാണെന്ന് അൻവറിന്റെ കുറ്റപ്പെടുത്തൽ. തൽക്കാലം അൻവറിനെ പ്രകോപിപ്പിക്കേണ്ടെന്ന പൊതുധാരണയിലാണ് നേതാക്കൾ. അങ്ങനെ LDF-ന് എതിരെ പിന്നെ അവർ കൂടുതൽ പറഞ്ഞു ഉള്ളത് ഒന്നുമല്ല. LDF-നെതിരെ അൻവറിനെ സംബന്ധിച്ച് അൻവർ നേരത്തെ തന്നെ LDF ഗവൺമെൻറ്റിനെതിരെ ശബ്ദം ഉയർത്തിക്കൊണ്ട് വന്ന ആളാണ്. ഞങ്ങളുടെ അജണ്ടയും അതുതന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്നാണ് ഈ അവസാന നിമിഷം വരെയും എൻ്റെ പ്രതീക്ഷ. മത്സരിക്കുന്നതിൽ തീരുമാനമെടുക്കാൻ 2 ദിവസം കൂടി സമയമുണ്ടല്ലോ എന്നാണ് PV അൻവറിന്റെ പ്രതികരണം. ഇതിനാൽ തന്നെ നിലമ്പൂരിലെ രാഷ്ട്രീയ നാടകങ്ങൾ അവസാനിക്കുന്നില്ല. ടീം 24 നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുറച്ച് വ്യാപാരികൾ നാളെ നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് P. കുഞ്ഞാവു ഹാജി പറഞ്ഞു. LDF UDF മുന്നണികളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് മത്സരമെന്ന് വ്യാപാരികൾ പറയുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന സമ്മർദ്ദ തന്ത്രത്തിനപ്പുറം മത്സരിക്കാൻ ഒരുങ്ങുകയാണ് വ്യാപാരികൾ. സംഘടന വോട്ട് ബാങ്കാണെന്ന് തെളിയിച്ചാലേ പരിഗണന ലഭിക്കൂ എന്ന വിലയിരുത്തലാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ കാരണം. മത്സരിക്കാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റി പച്ചക്കൊടി കാണിച്ചതോടെ അന്തിമ തീരുമാനമെടുക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് വിട്ടു. നാളെ നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അന്തിമ തീരുമാനമുണ്ടാകും. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത്. കഴിഞ്ഞ 1 വർഷം മുന്നേ
ആലപ്പുഴ വെച്ച് നടന്ന മീറ്റിങ്ങിലാണ് ഇനി ഒരു വോട്ട് ബാങ്കായി പ്രവർത്തിക്കേണ്ടതുണ്ട് സംഘടന എന്നൊരു തീരുമാനമെടുത്തത്. കാരണം നമുക്ക് ഒരു പരിഗണന കിട്ടുന്നില്ല. ഞങ്ങളുടെ അതിനെയാണ് ഉദ്ദേശം. ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും കച്ചവടക്കാർക്ക് ഒരു തരത്തിലുള്ള സഹായങ്ങളും ഇല്ല, ഒരു പരിഗണനയുമില്ല. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ, ജില്ലാ സെക്രട്ടറി ഹക്കീം ചങ്കരത്ത് എന്നിവരിൽ ആരെങ്കിലുമായിരിക്കും സ്ഥാനാർത്ഥി. നിലമ്പൂരിൽ 6000 അംഗങ്ങൾ സംഘടനക്കുണ്ട്. മറ്റു സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കും വിധം വോട്ട് സമാഹരിക്കുകയാണ് സംഘടനയുടെ ലക്ഷ്യം. മത്സര രംഗത്ത് നിന്ന് പിന്തിരിപ്പിക്കാൻ UDFും LDFും ശ്രമിക്കുന്നുണ്ടെങ്കിലും വിജയിച്ചിട്ടില്ല. 24 മലപ്പുറം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്താണ് ചർച്ചയാകേണ്ടത്, എന്താണ് പ്രചാരണ വിഷയമാകേണ്ടത് എന്ന കാര്യത്തിലൊക്കെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിലമ്പൂരിൻ്റെ വികസനവും വന്യമൃഗശല്യവും ചർച്ചയാകണം, അത് പ്രധാന ചർച്ചയാകണം എന്നുള്ളതാണ് നിലമ്പൂരുകാരുടെ അഭിപ്രായം. കാണാം ചില പ്രതികരണങ്ങൾ. വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് കൂടി നിലമ്പൂർ ഒരുങ്ങുമ്പോൾ എന്തൊക്കെയാണ് നിലമ്പൂരിൽ ചർച്ചയാകേണ്ടത്? അൻവർ പറയുന്നത് പോലെ പിണറായിസമോ UDF പറയുന്ന ഭരണവിരുദ്ധ വികാരമോ? നിലമ്പൂരുകാർ തന്നെ പറയട്ടെ. ശരിക്ക് നിലമ്പൂരിൽ എന്താണ് ചർച്ച ചെയ്യേണ്ടത്? പിന്നെ ഇപ്പോൾ കാട്ടാന ശല്യം ഉണ്ടാകലുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരുവാന, അല്ലാത്തതൊന്നുമില്ല. നിലമ്പൂരിൽ ശരിക്കും ചർച്ച ചെയ്യേണ്ട വിഷയം നിലമ്പൂരിൻ്റെ പ്രശ്നങ്ങളാണ്. നിലമ്പൂരിന് വേണ്ട പ്രശ്നങ്ങളാണ് നിലമ്പൂരിൽ ചർച്ച ചെയ്യേണ്ട വിഷയം. ഇവിടെ ഒന്നാമത് നമുക്ക് പറയാമല്ലോ, ഇവിടെ ബൈപ്പാസ്, ഇവിടെ ആകെ എന്നും ഇവിടെ ദുരിതത്തിലാണ്, വാഹനങ്ങളായാലും ആളുകളായാലും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ ഇവിടെയൊക്കെ ആനകളും പുലികളും കടുവകളൊക്കെ ഉണ്ട്. അതിന് സർക്കാരുകൾ ഒന്ന് ഉഷാറാവണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം തന്നെയാണ്. നിലമ്പൂർ റോഡിൻ്റെ അനിശ്ചിതത്വം, പിന്നെ മൃഗങ്ങളെ ശല്യം, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ രാഷ്ട്രീയ വികസനത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. നിലമ്പൂരിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം നിലമ്പൂരിൻ്റെ വികസനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. നിലമ്പൂർ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്തെങ്കിലും കലാമിറ്റീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നാച്ചുറൽ കലാമിറ്റീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലമ്പൂരാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ അതിനുള്ള എന്തെല്ലാം സജ്ജീകരിക്കണോ അതെല്ലാം നിലമ്പൂരിൽ ചെയ്യണം. കാരണം തമിഴ്നാട്, വയനാട് എല്ലാം കൂടി ഉൾക്കൊള്ളേണ്ട ഒരു പ്രദേശമാണത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യേണ്ടത്. അതോടൊപ്പം ഇപ്പോഴത്തെ ഈ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ വേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിലമ്പൂരിൽ ചർച്ച ചെയ്തപ്പോഴുള്ള വിഷയങ്ങൾ എന്താ വെച്ചാൽ, ഇവിടെ ആദ്യം ചെയ്യേണ്ട വന്യമൃഗങ്ങളെ ശല്യമാണുള്ളത്, അതൊന്നും ഒഴിവാക്കി കിട്ടണം. പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ രാഷ്ട്രീയത്തിൻ്റെ കളികളാണുള്ളത്, നോക്കത്തായിരിക്കും ഇവിടെ ജയിക്കുക. വികസനമാണ് ചർച്ചയാവേണ്ടത്. പക്ഷേ വികസനം നടക്കുന്നുണ്ട്. ഇടതുപക്ഷ സർക്കാർ നല്ല വികസനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് വിശ്വാസം. പിന്നെ പല മേഖലകളിലും ചെറിയ ചെറിയ പരാജയങ്ങളും ചെറിയ ചെറിയ തെറ്റുകളും വരുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. ഏത് ഗവൺമെൻറ് ആയാലും കണക്കാണെന്നുള്ള ആളുകൾ പറയുന്ന അതിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട്. നിലമ്പൂരും മെയിനായിട്ട് ഇപ്പോൾ ബ്ലോക്കാണ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവിടുത്തെ ബ്ലോക്കാണ് തീർന്നിട്ടുണ്ടത്. റോഡ് ബൈപ്പാസ് പെട്ടെന്ന് ശരിയാണോ, അതൊക്കെ തന്നെയാണ് പറയുന്നത്. നിലമ്പൂർ ചർച്ച ചെയ്യേണ്ട നിലമ്പൂരിലെ പ്രശ്നങ്ങളാണ്. അത് പൊതുവേ ഇവിടെ വന്നിട്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പറഞ്ഞ് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല എന്നല്ല, ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ് സമൂഹം. പക്ഷേ നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് നിലമ്പൂർ ടൗണിൽ മാത്രം കേന്ദ്രീകരിച്ച ഒന്നുമില്ല. നിലമ്പൂർ, വഴിക്കടവ്, പോത്തുകൽ, അമരമ്പലം പല പ്രദേശങ്ങളിലും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. രാഷ്ട്രീയത്തിനുപരി നിലമ്പൂരിന്റെ പ്രശ്നങ്ങളും വന്യജീവി ശല്യവുമെല്ലാം ചർച്ച ചെയ്യണമെന്നാണ് നിലമ്പൂരുകാരുടെ ആവശ്യം. തെരഞ്ഞെടുപ്പ് അംഗമൊരുങ്ങുമ്പോൾ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുമെന്നാണ് ഇവർ കരുതുന്നത്. ക്യാമറ പേഴ്സൺ വിഷ്ണു കച്ചേരിക്കൊപ്പം റാഫി കരീം, 24 നിലമ്പൂർ. നിലമ്പൂരിലെ പ്രാദേശിക പ്രശ്നങ്ങളും അവിടെയുള്ള ജനകീയ പ്രശ്നങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകണം എന്നുള്ളതാണ് വോട്ടർമാർക്ക് പറയാനുള്ളത്. ഒപ്പം തന്നെ അതിശക്തമായ ഒരു പൊളിറ്റിക്കൽ പോരാട്ടം അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഉടനീളമുള്ള പൊതുവായ വിഷയങ്ങൾ, സർക്കാരിൻ്റെ വികസന കാഴ്ചപ്പാട്, പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനങ്ങൾ, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് സജീവമായി ഉയർത്താനുള്ള നീക്കത്തിലാണ് മുന്നണികൾ. അവർ പ്രചാരണം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന ഒരു വിവരം, അത് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ്, പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് അത് പെടുത്തുകയാണ്. കനത്ത മഴയെ തുടർന്ന് എറണാകുളം ജില്ലയിലെ CBSE സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ 4 മാറ്റിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ CCSK അംഗ സ്കൂളുകൾക്കായിരിക്കും ഇത് ബാധകമായിരിക്കുക.
CBSE സ്കൂളുകൾ 4-ാം തീയതി തുറക്കും. നിലമ്പൂരിൽ കളം നിറയുകയാണ് മുന്നണികൾ. തികഞ്ഞ വിജയപ്രതീക്ഷ മുന്നണികളും സ്ഥാനാർത്ഥികളും വെച്ച് പുലർത്തുന്നുണ്ട്. LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി, റോഡ് ഷോ കൂടി ഇന്ന് നടന്നതോടുകൂടി LDF ക്യാമ്പ് പൂർണ്ണ സജ്ജമായി എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ LDF ക്യാമ്പും തികഞ്ഞ ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട്. നാമനിർദ്ദേശ പത്രിക UDF സ്ഥാനാർത്ഥി നൽകിക്കഴിഞ്ഞു. M സ്വരാജ് തിങ്കളാഴ്ചയായിരിക്കും പത്രിക നൽകുക. റോഡ് ഷോയിൽ LDFന്റെ റോഡ് ഷോയിൽ ഇന്ന് വലിയ പ്രവർത്തക പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആത്മവിശ്വാസം LDF ക്യാമ്പ് വെച്ച് പുലർത്തുന്നുണ്ട്. NDA സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പവും അവ്യക്തതയും തുടരുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ നിലമ്പൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ഷഹദ്, 2 ക്യാമ്പുകളും തികഞ്ഞ ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട്, വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ഷഹദിലേക്ക് അല്പസമയത്തിനകം തന്നെ തിരികെ എത്താം. M സ്വരാജ് തിങ്കളാഴ്ചയാണ് പത്രിക നൽകാൻ പോകുന്നത്. UDF സ്ഥാനാർത്ഥി ഇതിനോടകം പത്രിക നൽകിക്കഴിഞ്ഞു. UDF ആണെങ്കിൽ അവരുടെ ബൂത്ത് തലത്തിലുള്ള കൺവെൻഷനുകളൊക്കെ ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞു. പ്രചാരണത്തിൽ ഒരു എഡ്ജുണ്ട് എന്ന വിലയിരുത്തൽ UDF ക്യാമ്പിനുണ്ട്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഷഹദ്, പുതിയ വിവരങ്ങൾ. ഷഹദ്. റിജിത്ത്, അക്ഷരാർത്ഥത്തിൽ നിലമ്പൂര് തെരഞ്ഞെടുപ്പിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. എന്റെ പുറകിലായിട്ട് കാണാം M സ്വരാജ് ആണ്. M സ്വരാജിന്റെ വാഹന പ്രചരണ ജാഥ ഇപ്പോഴും തുടരുകയാണ്. അതായത് തെരഞ്ഞെടുപ്പിൽ സ്വരാജിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് തൊട്ട് പുറകെ തന്നെ 2ാം ദിവസം ഗംഭീരമായിട്ടുള്ള റോഡ് ഷോ ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതായത് നിലമ്പൂരിന്റെ വിവിധ മേഖലകളിലൂടെ, അതായത് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൂടെയും നഗരപ്രദേശങ്ങളിലൂടെയും ഒക്കെ വലിയ രീതിയിലുള്ള സ്വീകരണം ഒരുക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ യാത്ര പുരോഗമിക്കുന്നത്. ഓരോ ഇടങ്ങളിലും 100 കണക്കിന് പ്രവർത്തകരാണ് ഇത്തരത്തിൽ ഈ വാഹന പ്രചരണ ജാഥയ്ക്ക് സ്വീകരണവുമായിട്ട് എത്തിയിട്ടുള്ളത്, അത് റോഡ് ഷോക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. സമാനമായ രീതിയിൽ UDF ക്യാമ്പും വലിയ ആവേശത്തിലാണ്. നിലമ്പൂരിലെ പ്രചാരണം അതിന്റെ പീക്കിലേക്ക് കടക്കുകയാണ്. ആവേശം അതിന്റെ പരകോടിയിലേക്ക് എത്തുകയാണ്. LDF സ്ഥാനാർത്ഥിയുടെ വാഹന പ്രചാരണ ജാഥയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഷഹദ് റഹ്മാൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.